അതെ, ഇപ്പം നമ്മുടെ തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്നൊരു ചിത്രമാണ് വാഴ 2. പൊതുവെ നല്ലൊരു സിനിമയാണെന്നാണ് ആൾക്കാർ പറയുന്നത്. നല്ല കഥയും നല്ല ആക്ടിങ്ങും നാച്ചുറലായിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെയാണ് ആ സിനിമയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ 100ാമത്തെ സബ്സ്ക്രൈബറാണ് കോട്ടയം നസീർക്കാടെ വൈഫ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വലിയ സന്തോഷമാണ്. അപ്പം നിറഞ്ഞാടുന്ന വാഴ 2 എന്ന് പറയുന്ന ആ സിനിമയിലെ ഒരു നായക കഥാപാത്രമാണ് നമ്മുടെ ഈ കോട്ടയം നസീർക്ക. കോട്ടയം നസീർക്ക നമ്മുടെ കറുകച്ചാലുകാരനാണ്. അതുപോലെ തന്നെ മിമിക്രി വേദികളിലെ മുടിചൂടാമന്നനാണ്. വർഷങ്ങളായിട്ട് മിമിക്രി അവതരിപ്പിച്ച് ആണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്. പലവിധ കഥാപാത്രങ്ങളെ ഒരേ സമയം സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള അതുല്യനായിട്ടുള്ളൊരു കലാകാരനാണ് കോട്ടയം നസീർക്ക. അദ്ദേഹത്തിൻ്റെ വൈഫും ഫാമിലിയൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നതാണെന്നും അതുപോലെ നമ്മുടെ 100ാമത്തെ സബ്സ്ക്രൈബർ ലൈഫ് ടോൺ യൂട്യൂബ് ചാനലിൻ്റെ ആണെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വലിയൊരു സന്തോഷമാണ്. അദ്ദേഹം കറുകച്ചാലുകാരനാണ്. ഇപ്പോഴാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് താമസം മാറിയത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കറുകച്ചാൽ വരാറുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് നമ്മുടെ ഇവിടുത്തെ ഒരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത്. മല്ലപ്പള്ളി റോഡിലുള്ള മാജിക് ഫ്രെയിംസിൻ്റെ പുതിയ തിയേറ്റർ സമുച്ചയം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് മലയാളത്തിലെ നടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ദിലീപായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. ബാബു ആൻ്റണി, ദിലീപ്, ജോണി ആൻ്റണി, പിന്നെ അമ്മയുടെ പ്രസിഡൻറ്റ്, പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഈ വാഴ 2 എന്ന് പറയുന്ന സിനിമയാണ്. കാണാൻ പോകാൻ പറ്റിയില്ല. നല്ല സിനിമയാണെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടത്. എന്തായാലും ഞങ്ങൾക്ക് പോകണം. ഞങ്ങളുടെ ഇവിടെ ഇപ്പോൾ 2 തിയേറ്ററുണ്ട്. അഞ്ചാനിയുണ്ട്, ഈ മാജിക് ഫ്രെയിമും ഉണ്ട്. രണ്ടും നല്ല തിയേറ്ററാണ്. അപ്പോൾ അദ്ദേഹം കറുകച്ചാലുകാരനാണ് നമ്മുടെ കോട്ടയം നസീർക്ക. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങളുടെ വീട്ടിൽ വരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വൈഫ്. എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലുണ്ട്. ജാസ്മിൻ നസീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര്. മക്കൾ വരാറുണ്ട്. അവർ നാട്ടിൽ വരുമ്പോൾ എൻ്റെ വൈഫ് ജിജി ടൈലറിങ് ഷോപ്പ് കറുകച്ചാൽ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 10, 18, 20 വർഷത്തോളമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ഞങ്ങളുടെ കടയിൽ വരുന്നതാണ്. ഞങ്ങൾ ആ ഫ്ലാറ്റിലായിരിക്കുമ്പോൾ അവിടെ വരുമായിരുന്നു. ഇപ്പം ഞങ്ങൾ കറുകച്ചാൽ ടൗണിൽ നിന്ന് നടുക്കോട്ടൊരു പുതിയ കട മാറിയിട്ടുണ്ട്, അവിടെയും വരാറുണ്ട്. അപ്പം ഞങ്ങൾ ഫ്ലാറ്റിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കട മാറാനുള്ള കഴിഞ്ഞ മാർച്ചിൽ തയ്യാറെടുത്തപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. കുറേ സമയം ഞങ്ങളോട് സംസാരിച്ച് വർത്താനമൊക്കെ പറഞ്ഞു. മിക്കവാറും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ വാട്സപ്പിനകത്ത് അതിൻ്റെ വാഴയുടെ ഫസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. നല്ല സിനിമയാണ്. അപ്പോൾ സെക്കൻഡും വന്നു. അത് നല്ല ഒരു സിനിമയാണ്. പോയി കാണണം. വലിയൊരു ആഗ്രഹമാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു കലാകാരനല്ലേ, ടോപ്പ് കലാകാരനല്ലേ, നമ്മുടെ മിമിക്രി വേദിയിലായാലും ഇപ്പോൾ സിനിമയിലായാലും കത്തി നിൽക്കുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് കോട്ടയം നസീർക്ക. ഞങ്ങൾക്കൊക്കെ വലിയ അഭിമാനമാണ് നമ്മുടെ നാട്ടിലെ ഒരു ആൾ സിനിമാ താരമാകുന്നു. അതിലേറെ അഭിമാനമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു താരത്തിൻ്റെ സിനിമ കാണാനും ഒക്കെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞായിരുന്നു ഞങ്ങൾ കട മാറാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ. അന്നേരം ഞങ്ങൾക്ക് അവിടെ ഒരു കട കിട്ടിയായിരുന്നു. ഇപ്പോൾ അഞ്ചാനി ഫിലിംസിൻ്റെ തൊട്ടടുത്തായിട്ട് ഞങ്ങളൊരു വീട് ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരത്തി വീട്ടിൽ വന്ന് കുറേ നേരം സംസാരിച്ചായിരുന്നു. കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു വേണമെങ്കിൽ ഞങ്ങളുടെ ഫ്ലാറ്റ് അവിടെ ഉണ്ട്, ആശുപത്രി ജംഗ്ഷൻ്റെ അവിടെയായിട്ട് അവർക്കൊരു ഫ്ലാറ്റുണ്ട്, നല്ല സൗകര്യമുള്ള ഫ്ലാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടൈലറിങ്ങും താമസമൊക്കെ ആയിട്ട് കഴിയാം, നല്ല സൗകര്യമുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ മുറി ഇവിടെ കിട്ടിയപ്പോൾ വീട് കട അവിടെ കിട്ടുകയും തയ്യൽക്കട അവിടെ കിട്ടുകയും പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മാറാനുള്ള സൗകര്യം കൂടി ഒത്തു വന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് മാറുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത്
സ്നേഹത്തോടെ നിരസിച്ചു. എന്തായാലും നമുക്ക് നല്ലൊരു ഓഫർ അങ്ങനെ ഇപ്പം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആൾക്കാരോട് ഇടപെടുന്നതും നമ്മുടെ സാഹചര്യവും കാര്യങ്ങളും ഒക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അവർ വന്ന് അവരുടെ വീടും ഫ്ലാറ്റും ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ താമസത്തിനോ കടയ്ക്കോ സൗകര്യത്തിനോ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തരാമെന്ന് പറഞ്ഞതിന് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മളിലുള്ളൊരു വിശ്വാസമാണ് അവരങ്ങനെ ആ ഒരു കാര്യത്തിലൂടെ പങ്കുവച്ചത്. അപ്പോൾ നിറഞ്ഞാടുന്ന വാഴ 2 നിങ്ങളും ഒന്ന് പോയി കാണണം കൂട്ടുകാർ. നല്ല സിനിമയാണ്, നല്ല ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ്. ഞങ്ങളും പോയി കാണുന്നുണ്ട്. ഈ ആഴ്ച തന്നെ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. വാട്സപ്പിനകത്ത് ലിങ്ക് ഇട്ട് തന്നായിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു, കുറച്ച് എൻ്റെ ട്രെയിലറൊക്കെ കണ്ടായിരുന്നു. നല്ല ഒരു അനുഭവമാണ്. ഒരു സാധാരണ വീട്ടിൽ നടക്കുന്ന കഥേനെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെ ആക്ടിങ്ങും നല്ലതാണ്. ഇപ്പോൾ കോട്ടയം നസീർക്ക വീണ്ടും ഇനി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് നമ്മുടെ നാടിനും ഞങ്ങളുടെ നാടിനും നാട്ടുകാർക്കൊക്കെ ഒരു അഭിമാനമായി മാറട്ടെ. നല്ല നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട്. മമ്മൂട്ടിയുടെ കഥ പറയുമ്പോൾ എന്ന ആ സിനിമയിൽ ഒരു മുഴുനീള ഹാസ്യ കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. നല്ലതായിരുന്നു. ആ സിനിമ വമ്പൻ ഹിറ്റായ ഒരു സിനിമയല്ലായിരുന്നു കഥ പറയുമ്പോൾ എന്ന മമ്മൂട്ടിയുടെ സിനിമ. അതിനകത്ത് ഫൈനലായിട്ടുള്ള എനിക്കൊരു ബാല്യം ഉണ്ടായിരുന്നു, കടുക്കനിട്ട ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അവൻ ചോറ് കഴിച്ചില്ലെങ്കിലും എനിക്ക് പാത്രം തുറന്ന് ചോറ് തരികയും സിനിമാമോഹം മനസ്സിൽ കൊണ്ടു നടന്ന്. അപ്പോൾ ഞാനത് പറഞ്ഞാൽ ശരിയായി ഡയലോഗ്. അപ്പോൾ ആ സിനിമയിലെ ഒരു കഥാപാത്രം ചെയ്ത നമ്മുടെ കോട്ടയം നസീർക്കായുടെ ഹിറ്റായ സിനിമ പ്രിയപ്പെട്ട കൂട്ടുകാരൊന്ന് കാണണം. കോട്ടയം നസീർക്ക എന്ന് പറഞ്ഞാലും അദ്ദേഹം കറുകച്ചാലുകാരനാണ്. ഞങ്ങളുടെ ജിജിയുമായിട്ട് ഇപ്പോൾ തയ്യൽക്കടയിൽ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 20 വർഷത്തോളമായി. കട ഞങ്ങളിപ്പോൾ കറുകച്ചാൽ തുടങ്ങിയിട്ട് തന്നെ 20 വർഷമായി. ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ പുള്ളിക്കാരത്തി ആ ചേച്ചി ഞങ്ങളുടെ ജിജീനെ കൊണ്ടാണ് തയ്പ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇത് ഒരുപാട് ഡ്രസ്സുകൾ തയ്ച്ചുകൊണ്ട് പോകാറുണ്ട്. ഇപ്പോൾ കൊച്ചിയിലായിരിക്കുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴൊക്കെ ജിജീനെ കൊണ്ടാണ് തയ്പ്പിക്കുന്നത്. ജിജിക്ക് അളവിൻ്റെ ആവശ്യമൊന്നുമില്ല, പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, തയ്ക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം ജിജി ചെറുപ്പം തൊട്ടേ പടം വരയ്ക്കുകയും സംസ്ഥാന സ്കൂൾ മീറ്റ് കലോത്സവങ്ങളിൽ നെടുങ്കുന്ന സെൻറ്റ് തെരേസാസിൽ പഠിക്കുമ്പോൾ തന്നെ മത്സരങ്ങളിൽ പോയി പങ്കെടുക്കുകയും സ്റ്റേറ്റ് ലെവലിൽ സമ്മാനം മേടിക്കുകയും ചെയ്ത ഒരു ആളാണ്. അപ്പോൾ അതൊക്കെ ജിജീനെ അറിയുന്ന പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തയ്യലിൽ അത് വളരെ ഉപകാരമാണ്. ജിജിക്ക് ഒരാളെ ഒരു തവണ പോലും കാണേണ്ട ആവശ്യമില്ല, കാണാതെ തന്നെ ജിജി തയ്ക്കും. കാരണം ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡറുകൾ ജിജീനെ കാണാതെയാണ്, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടവരൊക്കെയാണ്. അളവ് പോലും പറയത്തില്ല, ചുമ്മാ പറയുകയുള്ളൂ, അങ്ങനെ തയ്പ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള സെലിബ്രിറ്റീസിൻ്റെ ആണെങ്കിലും കുടുംബം ഞങ്ങളെ വന്ന് സ്നേഹിക്കുകയും ഞങ്ങളെ കൊണ്ട് തയ്പ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കോട്ടയം നസീർക്കായ്ക്ക് 5 പെങ്ങന്മാരുണ്ട്. അവരൊക്കെ നമ്മുടെ ഈ പത്തനാട് ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. അവരും ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്, അവരുടെ മക്കളും വരാറുണ്ട്. നാട്ടിൽ വരുമ്പോൾ അവർ വണ്ടിക്ക് ഞങ്ങളുടെ വീടിൻ്റെ താഴെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കടയിൽ വരികയും ഇച്ചിരി ലേറ്റൊക്കെ ആയിട്ട് സാധനം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 100ാമത്തെ നമ്മുടെ ലൈഫ് ടോൺ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പെങ്ങന്മാരുടെ മക്കളൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ പോപ്പുലറായിട്ട് ഓടട്ടെ, എല്ലാവരും പോയി കാണുക. അപ്പോൾ നമ്മുടെ ഒരു നാട്ടുകാരനാണെന്ന് പറയുന്നതിലും അദ്ദേഹം ഞങ്ങളുടെ കടയിൽ വരുന്നതെന്ന് പറയുന്നതിലും ഞങ്ങൾക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ ആ സന്തോഷം വാഴ 2 ഞങ്ങൾ കണ്ട് പോയി പങ്കുവെക്കുകയും വാട്സപ്പിലൂടെ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വാട്സപ്പിനകത്ത് ഉണ്ട്, ജാസ്മിൻ നസീർ എന്ന പേരിൽ എൻ്റെ വാട്സപ്പിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴി വിശേഷങ്ങൾ ഇതൊക്കെയാണ്. കോഴി വിശേഷമല്ല കേട്ടോ, ഞാൻ സിനിമയുടെ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ചൂട് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ചൂട് പ്രതിരോധിക്കാൻ വേണ്ടി ഞാനിവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കോഴി. ഇപ്പം ഇന്ന് രാവിലെ ഞാനങ്ങ് അഴിച്ചു വിട്ടേച്ചു. അപ്പം നമുക്കിവിടെ സൈഡിലൊക്കെ ഒന്ന് നെറ്റടിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നെറ്റടിച്ച് മറിച്ച് കഴിഞ്ഞാൽ അതുങ്ങളെ പിന്നെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ അങ്ങ് നിന്നോളും. ഇവിടുത്തെ പുല്ലെല്ലാം അവർ തീർത്തിട്ടുണ്ട്. നമ്മൾ പാവൽ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം കുരുട് പിടിച്ച് നിൽക്കുക. ഇത് കണ്ടോ, കുരുട് പിടിച്ച്. അതുകൊണ്ട് ഞാനിപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും പുതിയൊരു ചോട് വെക്കണം. ഒരുപാട് ഒക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഇത് കണ്ടോ, ഈ നാമ്പെല്ലാം അങ്ങ് കുരുട് പിടിക്കുക. ആ കുരുട് പിടിച്ച നാമ്പിൽ തന്നെ പിന്നെയും കായങ്ങൾ ഉണ്ടായി വരിക.
വലിയതൊക്കെ കിടപ്പുണ്ട്. ഇതുണ്ടോ പഴുത്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ പച്ച ഇന്നൊന്ന് കറി വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ കുരുടി പിടിച്ചുകൊണ്ട് ഒരു ചിമിട്ടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എന്തോ ചെറിയ അസുഖമാണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും പോയി വാഴ 2 ഒന്ന് കാണുക. നമ്മുടെ നാട്ടുകാരൻ്റെ സിനിമയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടെത്താം. ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ. താങ്ക് യു.